ഹായ് മക്കളെ, എടാ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ CBSE എക്സാമിന് നിങ്ങൾക്ക് ഒരുപാട് CBSE സ്റ്റുഡൻസിന് അല്ലെങ്കിൽ CBSE എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ടൈം മാനേജ്മെൻറ്റ് കുറേ ആളുകൾ ഇത് ഇപ്പോഴും എന്തല്ല പ്രോപ്പർ അല്ല മക്കളെ. അതായത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് CBSE എക്സാമിന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ CBSE എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ടൈം എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെയാണ് നിങ്ങളൊരു ഡെയിലി റുട്ടീൻ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് സാർ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളാണ്. നമുക്കറിയാം ഏത് രീതിയിൽ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ള കണ്ടൻറ്റുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഒരു ദിവസം എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ എങ്ങനെ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടത്താം എക്സാമിനേഷൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കണം മക്കളെ, നമ്മൾ സമയം ഒരു ഡേ തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ പ്രോപ്പറായിട്ട് ടൈം ടേബിൾ വെച്ച് തന്നെ പഠിക്കണം. കാരണം നമ്മൾ CBSEയിൽ പഠിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അത്രയും ക്രിസ്പാണ്. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ NCERT തറോ ആയിട്ട് റീഡ് ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പം നിങ്ങൾ NCERT കംപ്ലീറ്റ് വായിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. മക്കളെ, നിങ്ങൾ ഇന്ന് ഒരു ഡിസിഷൻ എടുക്കണം. എന്താണെന്നറിയോ, ഒരു ദിവസം നിങ്ങളൊരു 2 ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിലെ കണ്ടൻറ്റ് പഠിക്കാൻ ഒരു 1 hour എന്ന് ഫിക്സ് ചെയ്യാം. എന്നിട്ട് ആ കണ്ടൻറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു 1/2 hour. അപ്പോൾ നിങ്ങൾ ഒരു 1.5 hours കൊണ്ട് ആ പഠിച്ച ടോപ്പിക്കും പ്ലസ് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു. എന്നിട്ട് ഒരു തവണയും കൂടി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതിന് കുറച്ച് സമയം മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നിങ്ങൾ അവിടെ കാണണം. അത് കഴിഞ്ഞ് അതൊന്ന് റിവൈസ് ചെയ്യാനുള്ള ടൈമും കൂടി നിങ്ങൾ അവിടെ കാണണം. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ നമ്മൾ ഫിക്സ് ചെയ്യണം. ഇനി എടാ മക്കളെ, നിങ്ങൾ ഒരു ദിവസം ഏത് ചാപ്റ്റർ പഠിക്കുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ ഫിക്സ് ചെയ്യണം. ഇപ്പോൾ കെമിസ്ട്രിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്റർ ഫിക്സ് ആക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ആ ചാപ്റ്ററിന് എത്ര സമയം വേണം, ആ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നു, അത് ചെയ്യാൻ എത്ര സമയം വേണം, അതിന് റിവൈസ് ചെയ്യാൻ എനിക്ക് എത്ര ടൈം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ മക്കൾ അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളത് ഓരോ ടോപ്പിക്കിന് എടുക്കുന്ന സമയമൊക്കെ മക്കൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഇത് നിങ്ങളെ നന്നായിട്ട് ബാധിക്കും. ഇനി ഒരു കാര്യം കൂടി, പബ്ലിക് എക്സാമിന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. അതിൻ്റെ ആ എക്സാം സ്റ്റഡി ലീവിൽ മാത്രം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്കിനി മാർക്ക് കിട്ടുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. അത് +1 ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ, CBSE എക്സാം നിങ്ങൾക്കറിയാം നല്ല ടഫാണ്. അത് മാത്രമല്ല നല്ല ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, നോർമലി അങ്ങനെയാണ്. പക്ഷേ നമ്മളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഓരോ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അടിപൊളിയായി പഠിപ്പിക്കുന്നു. നിങ്ങളത് പഠിക്കുന്നതിനുള്ള സമയം എത്ര എടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരു ദിവസം നിങ്ങളത് റിവിഷന് വേണ്ടിയിട്ട് പ്രോപ്പറായ സമയം എന്തായാലും മാറ്റി വെക്കണം. അത് എനിക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. റിവിഷന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. എത്രത്തോളം പഠിക്കുന്നു എന്നല്ല, എത്രത്തോളം ആ ടോപ്പിക്ക് റിവൈസ് ചെയ്യുന്നു അതിനെത്ര സമയം നിങ്ങൾ കൊടുക്കണം, അതൊരു പ്രോപ്പറായ കാര്യമാണ്. അത് കൊടുക്കാതെ നിങ്ങൾ ഒരുപാട് ക്ലാസ് കണ്ടു, നിങ്ങളൊരുപാട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രോപ്പറായിട്ട് ടൈം നിങ്ങൾ മാനേജ് ചെയ്യണം. എക്സാം സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഓരോ സമയത്തും നിങ്ങൾ ആ കറക്റ്റ് ടൈം യൂസ് ചെയ്ത് തന്നെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ CBSE എക്സാമിന് നമുക്കത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഡെയിലി റൂട്ടീൻ തുടങ്ങുന്ന സമയത്ത് ചില കുട്ടികൾക്ക് രാത്രി ആയിരിക്കും പഠിക്കാൻ താല്പര്യം. അപ്പോൾ നിങ്ങൾ രാത്രി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ചില ആളുകൾക്ക് രാവിലെ പഠിക്കാനാവും ഇഷ്ടം, ഏർലി മോർണിംഗിൽ എണീറ്റ് പഠിക്കുക എന്നുള്ളതാണ്, എനിക്ക് ബ്രെയിനൊക്കെ ഫ്രഷ്നെസ് വരുന്ന സമയമാണെന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ അങ്ങനെ പഠിക്കും. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് അത് പ്രോപ്പറായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്താണോ മക്കൾക്ക് പഠിക്കാൻ പ്രോപ്പറായ ഒരു സമയം, സ്യൂട്ടബിളായ സമയം, ആ സമയത്ത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ടൈം അങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. കുറേ ആളുകൾക്ക് ഇത് അറിയില്ല ടൈം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പ്രോപ്പറായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ആ ടൈം ടേബിളിൽ എന്തൊക്കെ വേണം, ചാപ്റ്റർ പഠിക്കാനുള്ള സമയം വേണം, അത് റിവൈസ് ചെയ്യാനുള്ള സമയം വേണം, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയം, അങ്ങനെ ഒരു അലോട്ട്മെൻറ്റ് കൊടുത്തുകൊണ്ട് വേണം നിങ്ങളത് പഠിക്കാൻ.
ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റാണ്. ഇനി ഒരാൾ ചാപ്റ്റർ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അയാൾ സമയം കൂടുതൽ കൊടുക്കേണ്ടത് എന്തിനാ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാനാണ് ആ ഒരു വിദ്യാർത്ഥി സമയം കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ആ രീതിയിൽ തന്നെ പ്രോപ്പറായി ടൈം മാനേജ് ചെയ്ത് വേണം ഓരോ ചാപ്റ്ററും പഠിക്കാൻ. ഇത് ഏത് വിഷയം ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഏത് വിഷയം ആയിക്കോട്ടെ, നിങ്ങൾ നന്നായിട്ടത് പഠിക്കണം. അപ്പോൾ ആ രീതിയിൽ ടൈം മാനേജ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് മാത്രം പഠിക്കുക എന്നുള്ള ഒരു രീതി മാറ്റിയിട്ട് പ്രോപ്പറായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റ് നടത്തിയിട്ട് ആ രീതിയിലുള്ള പഠനം വേണം നമ്മൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ നിങ്ങളൊരിക്കലും ഫുൾ ടൈം പഠിക്കണമെന്നല്ല, നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈം വേണം, എക്സസൈസ് ചെയ്യാനുള്ള സമയം വേണ്ടി വരും. ചിലപ്പോൾ കുറച്ച് നേരം ഫുട്ബോളോ ക്രിക്കറ്റോ ഏതെങ്കിലും സ്പോർട്സിൽ നിങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ടാവും. വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിലൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആവണം. ഇതിനൊക്കെ ടൈം കാണണം, വേണ്ട എന്നല്ല. പക്ഷെ പഠിക്കുന്ന സമയം കൃത്യമായി പ്രോപ്പറായി ഷെഡ്യൂൾ ചെയ്തിരിക്കണം, എന്നിട്ട് മതി ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടുമെന്നുള്ളതാണ് എനിക്ക്. അപ്പോൾ ആ സമയം നിങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. മക്കളെ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റിലൂടെ പഠിച്ച് സെറ്റാക്കിക്കോ. ഓക്കെ അല്ലടാ മക്കളെ? നിങ്ങൾ ഇനി യാതൊരു കാരണവശാലും ഒരു പ്ലാൻ ഇല്ലാതെ മുന്നോട്ട് പഠിക്കരുത്. വിത്ത് പ്ലാൻ ഒരു ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടൈം ടേബിളാണ്. ചിലർ ചോദിക്കും സാർ ടൈം ടേബിൾ തരുമെന്ന്. അങ്ങനെ ഒരിക്കലും ഇല്ല. ഞാൻ തരുന്ന ടൈം ടേബിൾ അല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം സ്യൂട്ടബിൾ ആയിട്ടുള്ള, എന്നിട്ട് വേണം മക്കളത് പഠിക്കാൻ. ഓക്കെയാണ്? അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ തന്നെ പഠിച്ച് പ്രോപ്പറായിട്ടുള്ള ടോപ്പിക്കും അതിൻ്റെ നോളേജും വെച്ച് നിങ്ങൾ വേണം എക്സാം എഴുതാൻ. സെറ്റാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക മക്കളെ.